നമസ്തേ യൂട്യൂബ്, ഇറ്റ്സ് യുവർ ബോയ് JKR ഹിയർ. സോ ഇന്നത്തെ നമ്മുടെ അജണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ലെൻസ്കാർട്ട് വരെ പോവാം, കണ്ണട എടുക്കാനായിട്ട്. കണ്ണിനൊന്നും കാഴ്ചയില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോവാൻ നിൽക്കണത് തൃപ്പൂണിത്തുറ ലെൻസ്കാർട്ടിലാണ്. അപ്പോൾ പോണ വഴിക്കുള്ള ഫുട്ടേജസും കാര്യങ്ങളും കാണിക്കാം. എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കിട്ടുമെന്ന് നോക്കണ്ടേ. ഇപ്പം നിലവിലത്തെ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് അതാണ്. സോ എവരിബഡി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്യുക. സോ അങ്ങനെയൊക്കെ ബാക്കി. അപ്പോൾ ബ്രോസ്കിയാണ് വണ്ടി ഓടിക്കണത്. ജെറ്റാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ജെറ്റാ. അപ്പോൾ ബ്രോസ്കി പിന്നെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചോണ്ട് പോകുന്നുണ്ട്. എടാ മാർക്കറ്റ് റോഡ് വഴി പോയാൽ മതി കേട്ടോ. തലയൊക്കെ കുലുക്കി കാണിച്ചിട്ടുണ്ട്. നമ്മളിത് വട്ടുകുന്ന് ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേനാണ് ഞങ്ങളുടെ മുളന്തുരുത്തിക്കാരുടെ സ്വന്തം പാലം ആ സൈഡിൽ. ഇപ്പം നമ്മൾ പോണത് നമ്മൾ സനലിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ ആ കല്യാണത്തിൻ്റെ വ്ളോഗ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഷർട്ട് മാറ്റി സനലില്ലേ, സനൽ വർക്ക് ചെയ്യണത് ഇവിടെ ഈ പോണ വഴിയാ. കാണുമോന്നറിയില്ല, കാണുവാണെങ്കിൽ ഇവിടെ ഉണ്ടോ ഇല്ല, അവൻ പുറത്തെ എവിടെയോ പോയേക്കോ. സോ നമ്മളിപ്പോൾ അങ്ങ് ഇപ്പം ഡയറക്റ്റ് ചോറ്റാനിക്കര കൂടാണ്ട് പുതിയാവ് സൈഡിട്ടാണ് പോയിക്കൊണ്ടേ. കണ്ടനാട് കൂടി പുതിയാവിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ റൂട്ടിൽ കൂടെയൊക്കെ കുറേ സ്കൂൾ പിള്ളേരും കാര്യങ്ങളും പോകുന്നുണ്ട്. അപ്പം തിരിച്ചങ്ങനെ പിടിച്ച് കൊല്ലാനായിട്ട് ഓരോ കഴിവേറുകളും അങ്ങനെ. അവിടെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസൻ ചേട്ടൻ്റെ ഒക്കെ വീട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേനോ ആ വഴിക്ക് അങ്ങ് പോകുമ്പോഴത്തേനാണ് അവരുടെ വീട്. അപ്പോൾ ബ്രോസ്കി ഇന്ന് ഫുള്ള് റൈഡിങ് മോഡിലാണ്. പറയുമ്പോൾ MotoGP മൂടാണ്. കിയോന്നും പറഞ്ഞുകൊണ്ടാണ് ഓരോ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് പോകും. അതെനിക്ക് തിരിച്ചു തന്നിട്ടില്ലല്ലോ. എൻ്റെ തന്നില്ല കേട്ടോ മോനെ. അതെ, ഞാൻ അവിടെ ഫുള്ള് തപ്പി കിട്ടിയില്ലേ. എടാ വേഷം കെട്ടറക്കല്ലേ. ആർക്കാ നീ കൊടുത്തു വിട്ടേ നീ അത് വാച്ച്? നിങ്ങൾ തന്നെ പറ. ഇവൻ്റെ മോന്ത കണ്ടിട്ട് കള്ളത്തന്നെ തോന്നുന്നുണ്ടോ? ഇവൻ്റെ മോന്ത സത്യം പറ, നീ ആർക്കാ കൊടുത്തു വിട്ടെ? എനിക്ക് തോന്നണമൊന്നുമില്ല. ഇത് ഏതിൻ്റെ ഫ്ലാറ്റാ? ശ്വാസാണോ? ശ്വാസമല്ലോ, വേറെ ഏതൊരു ഫ്ലാറ്റ്. സോ അങ്ങനെ നമ്മൾ പുതിയാവ് റോഡ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡിലൊക്കെ ന്യായം വണ്ടികളുണ്ട്. മറ്റേ സിനിമയിലൊക്കെ കാണുമല്ലോ, ഏതാ തുർപ്പൂലാനിലൊക്കെ മറ്റേ ഫ്ലാറ്റ് വരില്ലേ, മറ്റേ മമ്മൂട്ടി പൂട്ടിക്കാനായിട്ട് വന്നത് വർമ്മ സാറല്ല മേനോ സാറിൻ്റെ. പുതിയാവ് ജംഗ്ഷനിട്ടെത്തി. ഭയങ്കര ഡേഞ്ചർ ജംഗ്ഷനാണ്. ഐ മീൻ ക്വൈറ്റ് ലിറ്ററലി. ബട്ട് നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് റോഡ് ഇവിടുന്ന് റൈറ്റാണ് പോകണ്ടേ. അപ്പോഴത്തേനും അണ്ണം വണ്ടി കൊണ്ട് കയറി പോവാം. ഇവിടുന്ന് തിരിയാനായിട്ട് ഇത് തൃപ്പൂണിത്തുറ പുതിയാവ് മാർക്കറ്റ് റോഡാട്ടോ. തൃപ്പൂണിത്തുറ പുതിയാവ് മാർക്കറ്റ് റോഡ്. ഇവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ചെന്ന് കയറണത് തന്നെ ഇങ്ങടേക്കാണ്. ഐ മീൻ നമ്മൾ പോകാനുള്ള ലെൻസ്കാർട്ടിട്ട് തന്നെ കയറണത്. ആണോന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും റഷാവും. ഐ മീൻ പണിയൊക്കെ വിട്ട് ആൾക്കാർ വന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേനും നല്ല രീതിക്ക് റഷാവും. ഈ പോണ വഴിക്കാണ് കേട്ടോ തൃപ്പൂണിത്തുറ ഗവൺമെൻറ് കോളേജ്. അത് ഈ നാട്ടിൽ തന്നെ ഉണ്ടായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് അതൊരു 2 years ആവണം കണ്ടോളൂ. അണ്ണാ കൊല്ലുവോ?
ഇത് നിങ്ങളിപ്പോൾ കാണുന്ന ഈ വൈഡ് ക്യാമറയിലായതുകൊണ്ട് വണ്ടി അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നല്ല ഡിസ്റ്റൻസ് തോന്നും. മറ്റേ മിററിൽ എഴുതി കാണിച്ചോളൂ, ഒബ്ജക്ട്സ് ഇൻ ദി മിറർ ഈസ് ക്ലോസർ ദാൻ ദി അപ്പിയർ എന്ന് പറയണോ. അയ്യോ, ഒരു വണ്ടി തൂക്കിക്കൊണ്ട് വരെ. സോ അങ്ങനെ മാർക്കറ്റ് റോഡ് എന്ന് പറയാനായിട്ട് ഇവിടെ നല്ല റഷ് ഉണ്ടെങ്കിലും റോഡിന് വീതി കുറവാണ് കമ്പാരിറ്റീവ്ലി. എന്ന് പറയുമ്പോൾ കഷ്ടിച്ച് ഒരു ബസ്സിനും ഒരു ബസ്സിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് കൊടുക്കാനായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. നമ്മളീ ആസ് പെർ കേരള ഡ്രൈവിംഗ് ആൾക്കാരൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു എന്താ പറയുക, എന്തൊന്നില്ലാത്തൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതാണ് വെക്കുക. യെസ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങോട്ടും പോകുന്നു എന്നാവും. ബ്ലോക്ക് ഉണ്ടാവും എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ആ തിരിഞ്ഞു വന്ന ജംഗ്ഷനില്ലേ, അപ്പം ആ തിരിഞ്ഞു വന്ന ജംഗ്ഷൻ മുതൽ ഇവിടെ ഈ തൃപ്പൂണിത്തുറ ഫുള്ള് ബ്ലോക്കായിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പുറം വേറെ വഴിയുണ്ട്, ഐ മീൻ പുതിയാവിൻ്റെ അപ്പുറം തന്നെ ഈ സ്റ്റേറ്റ് ഹൈവേ പോകുന്നുണ്ട്. ബട്ട് ഈ റോഡ് കുറച്ചുകൂടെ പീസ്ഫുള്ളാണ്. അതുപോലെ തന്നെ കുറച്ച് തണൽ കൂടുതലുണ്ട്, അതാണ് മെയിനായിട്ട്. എന്തോ കത്തൊക്കെ പിടിച്ചിട്ടുണ്ടോ കണ്ടോ. ഒരു കാറും ഒരു ഓട്ടോറിക്ഷയും കൂടെ അങ്ങോട്ട് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബ്ലേഡ് കണക്കിനുള്ള ഗ്യാപ്പുള്ളൂ. അപ്പോൾ കാറിൻ്റെ സ്ഥാനത്ത് ഒരു ബസ്സായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഒരു ട്രാവലർ ആയിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ ഒരു നേരെ പോട്ടെ ഈ കാണുന്ന ആ നേരെ കാണുന്ന ബിൽഡിങ്ങിലാണ് ലെൻസ്കാർട്ട്. പക്ഷേ നമുക്ക് ഇവിടെ കാർട്ടെന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചാണോ സ്കാർട്ട്. അപ്പോൾ ആ നേരെ കാണുന്നതാണ്. ഇത് തൃപ്പൂണിത്തുറ മാർക്കറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ ലെൻസ് കാട്ടിയിട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. സോ അങ്ങനെ കൂൾ താർ നേരെ അങ്ങോട്ട് കയറ്റി വെച്ചു. ആ ഡ്യൂക്ക് കൊള്ളായിരുന്നല്ലേ, ഹൈഡ്രോഡിപ്പ് ചെയ്ത ഡ്യൂക്കാ. എന്നീ കാണിക്കണത് ഒക്കെ ആകെ മൊത്തം കോലം തെറ്റി കിടക്കുന്നത്. അപ്പം എന്താണെങ്കിലും ഞാൻ അകത്തേട്ട് പോയിട്ട് ബാക്കി നോക്കാം. ഇവിടുത്തെ കൂളിംഗ് ഗ്ലാസും വെച്ചോണ്ട് അകത്തേട്ട് കയറി പോയിട്ട് കാണിച്ചു തരാം. നിലവിലുള്ളത് സൂപ്പർമാൻ്റെ ഫ്രെയിം. ഇത് പക്ഷെ കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ അപ് സൈസ് കിട്ടുമോ? ഇവിടെ ഈ സൂപ്പർമാൻ എഡിഷൻ ആണെങ്കിൽ തൊട്ടിപ്പുറം വരുമ്പോഴത്തേനും ഹാരി പോട്ടറിൻ്റെ എഡിഷൻ വന്നുണ്ട്. ഏത് എടുക്കണമെന്നുള്ളതിലാണ് ബേസിക്കായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. സൂപ്പർമാൻ പ്രതീക്ഷ വന്നത്. ഇപ്പം നമ്മൾ നോക്കി വന്ന ഫ്രെയിം ഞാൻ കഴിഞ്ഞ ദിവസം ബിച്ചുബായുടെ കാണിച്ചില്ലേ, ആ ഫ്രെയിം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. നമ്മൾ ആക്ച്വലി ഈ ബാഡ്ജിങ് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഈ ബാഡ്ജിങ് കണ്ടോ, ഈ ബാഡ്ജിങ് തപ്പിയാണ് വന്നത്. നിലവിൽ സൂപ്പർമാൻ എഡിഷൻ നോക്കി വന്നു കഴിഞ്ഞിട്ട് കിട്ടിയില്ല അൺഫോർച്ചുനേറ്റ്ലി. ഇനിയിപ്പോൾ നമുക്ക് ഹാരി പോട്ടർ എഡിഷനാണുള്ളത്. പോട്ടർ എഡിഷൻ ഇങ്ങനെ നോക്കണോ വേണ്ടോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. സൂപ്പർമാൻ ആയിരുന്നു കുറച്ചുകൂടെ ഫാർ ബെറ്റർ. ഇതൊക്കെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ ആക്ച്വലി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ബാറ്റ്മാനെയാണ്. അപ്പം അവർ ബാറ്റ്മാൻ്റെ അത് ഡിസ്പ്ലേയിൽ വെച്ചിട്ടില്ല. അപ്പം ഞാൻ അവിടെ ഒരു ബോക്സ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനാണ് ബാറ്റ്മാൻ ഉണ്ടെന്നുള്ളത്. സൂപ്പർമാൻ കിട്ടിയില്ലെങ്കിൽ സൂപ്പർമാൻ അല്ലല്ലോ നമ്മുടെ ആൾ. നമുക്ക് എപ്പോഴും വേണ്ടത് ബാറ്റ്മാൻ ആണല്ലോ. സാധാരണക്കാരൻ ഹൈടെക് ആവുന്നു, ബാറ്റ്മാൻ ആവുന്നു. ബാറ്റ്മാനെ പറ്റിയുള്ള നിൻ്റെ അഭിപ്രായം എന്നാ? ഐ ആം ബാറ്റ്മാൻ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ബാറ്റ്മാൻ എഡിഷൻ നോക്കാം. ബാറ്റ്മാൻ എഡിഷൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ആക്ച്വലി ഇതിൻ്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ കിഡുകളാണ്. ബട്ട് ദീസ് ആർ ഫോർ കിഡ്സ്. ഐ മീൻ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. ഇതുവരെ ദീസ് ആർ ഫോർ കിഡ്സ്. നോക്കാം, ഇവിടെ ബാറ്റ്മാൻ ഫ്രെയിംസ് കിട്ടി.
ബാറ്റ്മാൻ. ഒരു ഇപ്പം എന്താ പറയുക, ബാറ്റ്മാൻ്റെ പോലെ ടൈറ്റാനിയം ആർമർ ബോഡി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഡിസൈനാണ്. അതേപോലെ ടൈറ്റാനിയം ആർമറൊന്നും പക്കാതൊന്നും അല്ലെങ്കിൽ സല്യൂട്ട്. ബ്യൂട്ടിഫുൾ കളക്ഷൻസ് വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാവരും സൂപ്പർമാനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ബാറ്റ്മാൻസിൻ്റെ കുറച്ച് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഉണ്ട്. ഐ പേഴ്സണലി ലൈക്ക് ദിസ് വൺ. സ്റ്റീലാണ്, എന്നിരുന്നാലും ഈ സാധനം പോലെ ഐ ലൈക്ക് ദിസ് വൺ. മീൻ സംഭവം നൈസായിട്ടുണ്ട്. ഇത് പക്ഷേ ഷെയ്ഡ്സ് ആയിട്ട് മേടിക്കണോ അതോ ഈ ഗ്ലാസ് ഇട്ട് കയറ്റണോ എന്നുള്ളതല്ല. സ്റ്റൈലായിട്ടുണ്ടോ? നിലവിൽ ഇതെടുക്കാം എന്നുള്ളൊരു തീരുമാനത്തില്ല. മറ്റേതവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന്. എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിയിട്ട് പറ, കൊള്ളാവോ? ഇത് ഡാർക്ക് നൈറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ സൂപ്പർമാൻ്റെ കുറച്ചുകൂടെ ബ്രൈറ്റ് കളേഴ്സാണ്. ബ്രൈറ്റ് കളേഴ്സ് ആയതുകൊണ്ട് തന്നെ എടുക്കാമെന്ന് കരുതി. അൺഫോർച്ചുനേറ്റ്ലി അതുകൂടെ ഉണ്ടായില്ല. നമ്മൾ ഇത് സെലക്ട് ചെയ്യാമെന്ന് കരുതണം. ഫൈനലി നമ്മുടെ ഷെയ്ഡ്സ് നമ്മൾ സെലക്ട് ചെയ്തു. യെസ്, ലുക്ക് അറ്റ് ദിസ്. കണ്ടപ്പോൾ തന്നെ യെസ്, ഫെൽ ഇൻ ലവ്. കൊള്ളാം, ഇറ്റ്സ് ഗുഡ്. അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ബാറ്റ്മാൻ ബാറ്റ്മാനൊരു ഗുമ്മില്ല, ഉദ്ദേശിച്ച അത്ര ഒരു സെറ്റപ്പില്ല. പിന്നെ ഒരു ഷെയ്ഡ്സ് എടുക്കാനുള്ള അതും നടപടിയാവില്ല. വേറെ 2 ഗ്ലാസ്സുകൾ സെലക്ട് ചെയ്തു. നമ്മൾ ആ മറ്റേ അടിപൊളിയാന്ന് പറഞ്ഞ ഗ്ലാസ്സിനകത്ത് പറയാൻ പറ്റും. ഗൈസ്, അങ്ങനെ ഒരാള് നമ്മളെ തിരിച്ചറിഞ്ഞിരിക്കുന്നോ? അത് നമ്മൾ ബ്ലോഗ് എടുക്കണ ഫൈനലി യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായി, അത് നമ്മുടെ ചാനലിൽ ആദ്യമായി പുറത്തുനിന്ന് ഒരാള് ബ്ലോഗറാണോ എന്ന് ചോദിച്ചു. എനിക്കവിടെ സങ്കടം വന്നു ഗൈസ്. ചിലപ്പോ അതായിരിക്കും. എന്താണേലും അന്യായ ബ്ലോക്കും. അമ്മീ, ഇത് ഫുള്ള് ബ്ലോക്കായല്ലോ. എടാ നീ എന്തിനാടാ ചോദിച്ചു? അയ്യോ. അപ്പൊ അങ്ങനെ ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റി നമ്മള് പുറത്ത് ചാടി. എനിക്കെന്നാലും അങ്ങോട്ട് സങ്കടവും സന്തോഷമൊക്കെ കൂടെ അങ്ങോട്ട് പോകാത്ത. പക്ഷേ സങ്കടം വരാൻ കേസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് കിട്ടിയില്ല. ഐ മീൻ ആ ബാറ്റ്മാൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ബാറ്റ്മാൻ്റെ ആ സാധനം എടുക്കാമെന്ന് കരുതി കഴിഞ്ഞപ്പോഴത്തേനും ഒരു എന്താ പറയുക, ഒരു അതിൻ്റെ ഫ്രെയിമിൻ്റെ ഒരു ക്വാളിറ്റി അൺഫോർച്ചുനേറ്റ്ലി പിടിച്ചില്ല. അതേപോലെ തന്നെ ആ ഷെയ്ഡ്സ്, ആ ഷെയ്ഡ്സ് നൈസ് ഷെയ്ഡ്സ് ആയിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ്സും ആയിരുന്നു. ബട്ട് അതിനകത്ത് പവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ സൈഡിൽ സ്ക്രൂ ഇല്ല, അതാണ് പറഞ്ഞ റീസൺ. പിന്നെ ബേസിക്കലി ലെൻസ് കാർട്ടിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോഴത്തേനും നോർമലി ഒരു 2000 ആണ് ഇതിന് വിലയെങ്കിൽ ലെൻസ് ചാർജായിട്ട് അറൗണ്ട് ഒരു 1000 റുപ്പീസ് അടുത്ത് വരികയും ചെയ്യും. ഏറ്റവും ബേസിക്കിൻ്റെ കാര്യം കേട്ടോ പറയണത്. ലെൻസിന് ഐ മീൻ പവർ ചെയ്യണതിന് അറൗണ്ട് ഒരു 1000 റുപ്പീസ് വരും. അപ്പോൾ 2000 ഫ്രെയിമിനുമായി, അതേപോലെ തന്നെ പ്ലസ് 1000 3000 ടോട്ടൽ കണ്ണടയ്ക്കാവും. അതിൻ്റെ കൂടെ തന്നെ എന്തോ ഒരു ഫിറ്റിംഗ് ചാർജ് എന്നും പറഞ്ഞുകൊണ്ട് ഇത് ഏറ്റവും ബേസ് ഇതിൻ്റെ കാര്യം, കണ്ണടയുടെ കാര്യമാണ് പറയണത്. അപ്പോൾ പ്ലസ് ഒരു 200 രൂപ ഫിറ്റിംഗ് ചാർജും കൂടെ വരുമ്പോഴത്തേനും ടോട്ടൽ കോസ്റ്റ് ഒരു 2000 ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഫോർ 2000 എന്ന് പറയുമ്പോൾ നമുക്ക് ബില്ല് ചെയ്ത് വരുമ്പോഴത്തേനും 2 കണ്ണട കിട്ടും. അത് ഗോൾഡ് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഈ 2000 ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഫോർ 2000 എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആക്ച്വലായിട്ട് നമുക്ക് ആ സാധനം നമ്മൾ മേടിക്കാനായിട്ട് വരുമ്പോഴത്തേനും നമ്മൾ നെറ്റായിട്ട് അറൗണ്ട് ഒരു 3200 റുപ്പീസിൻ്റെ അടുത്ത് ചിലവ് വരും. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവരുടെ ഏറ്റവും കുറഞ്ഞ മോഡലിൻ്റെ കേസാണ് പറയണത്. വന്നപ്പോൾ തന്നെ ബ്ലോക്കായെന്ന് തോന്നണം, അറിയില്ല. ഇപ്പോൾ റൈഡർ അണ്ണൻ പൊളയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ കിടക്കെന്നും പറഞ്ഞോണ്ട് വെച്ചോ.
എനിക്കറിയില്ല കേട്ടോ, എനിക്കിതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ആ കിടക്കെന്ന് പറയണത് മറ്റേ ഷോക്ക് അങ്ങ് ഞെങ്ങുമ്പോഴത്തേനും വന്നത്. അത് ആ ഷോക്കിൻ്റെ സ്ലീവ് മാറ്റി നോക്കാം നമുക്ക്. എടാ ഷോക്കിൻ്റെ ഇപ്പം അവിടെ ആ താഴത്തെ റബ്ബർ ബുഷ് പോലെ ബീഡിങ് പോലെ ഇരിക്കണ സാധനമില്ലേ ഷോക്ക് കവർ ചെയ്ത് വെച്ചേക്കണത്, ലീക്ക് വല്ലതും ഉണ്ടോ? ഓയിൽ വലിച്ചിട്ടുണ്ടോ? ഉറപ്പാണോ? എന്തോ പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണത്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ബിരിയാണി മേടിക്കുന്നുണ്ട്. ബിരിയാണി മേടിക്കണം, നമുക്ക് ബിരിയാണി മേടിക്കുന്നുണ്ട്. അപ്പം എവിടെ നിന്നാണ് ബിരിയാണി മേടിക്കണമെന്നുള്ളതൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. എവിടെ നിന്നാണ് ബിരിയാണി മേടിക്കണ്ടേ? വെട്ടിക്കാന്നാ? കൊക്കരക്കോയിന്ന് വേണോ? കൊക്കരക്കോയിലെ ബിരിയാണി നൈസാണ്, എനിക്കറിയാൻ പാടില്ല, ഞാൻ ചോദിച്ചതാ. എവിടെ? പോർച്ച് ഗ്രിൽ. അന്ന് നമ്മൾ പോയല്ലേ? എടാ നീ ഒന്ന് കംപ്ലീറ്റ്ലി നോയിസ് ക്യാൻസലേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, അതിനൊരു പരിധിയില്ലേ. ഈ അന്യായ ജെറ്റിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ ഒന്നും കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പുറകെ നിന്ന് വണ്ടി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ വയ്യ അങ്ങ് പോവുക. ഒരു അണ്ണൻ ദേ പുറകെ ഇരുന്ന് കുറേ നേരം നോക്കി അണ്ണൻ വ്ളോഗിൽ കയറാനായിട്ട് വന്ന അണ്ണാ താങ്ക് യു. അണ്ണനെ എന്താണേലും ഈ വ്ളോഗിൽ കയറ്റിയിരിക്കും. പോർച്ചുഗലിലെ ബിരിയാണി മതിയോ? എന്നാ പോർച്ചുഗലിലെങ്കിൽ പോർച്ചുഗലിൽ 170 രൂപ. 170 രൂപയുടെ അല്ലല്ലോ ബിരിയാണി, നല്ലതല്ലേ? അന്നത്തെ അടിപൊളിയല്ല. അവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോകണോ അതോ വീട്ടിൽ കൊണ്ട് കഴിക്കണോ? വീട്ടിൽ കൊണ്ടുപോകും. ദേ കണ്ട ഒച്ച കേട്ട് ബ്രേക്ക് പിടിച്ച സസ്പെൻഷൻ മൂവ് ആവുമ്പത്തേന് ഒച്ച കേൾക്കുന്നുണ്ട്. എന്നറിയാൻ പാടില്ല, എന്തിനാ അതുകൊണ്ടെന്ന് അറിയാൻ പാടില്ല, ഞാൻ കേട്ടിട്ടില്ല. എന്തോ മൊത്തം ഡൗട്ടാണല്ലോ. വണ്ടി ഒന്ന് വെഞ്ചരിച്ചാലോ നമുക്ക്? കൊല്ലുവോ പടയൊക്കെ? ഇപ്പോഴും കേട്ട്. ഇപ്പോഴും കേട്ടോ? ഒന്ന് പിടിച്ചേ, ബ്രേക്ക് പിടിച്ചേ. അതാ ബ്രേക്ക് ലൈനർ തീർന്നിട്ടുണ്ടാവും. ബ്രേക്ക് ഇത് മാറ്റണായിരിക്കും, ബ്രേക്ക് പാഡ് മാറ്റണായിരിക്കും. ബ്രേക്ക് പാഡിന്റെ അല്ല അത് സസ്പെൻഷന്റെ ഏതാണ്ടോ, അല്ലെങ്കിൽ കോൺസെപ്റ്റിന്റെ ആയിരിക്കും ഫ്രണ്ടിലേ. അപ്പം അണ്ണൻ അന്യായ കുറേയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ സീൻ റൈഡിങ് ആയിട്ടൊക്കെ പോവാ. സ്പീഡിൽ പോണത് ഒരിക്കലും ഒരു തെറ്റല്ല, പക്ഷെ സൂക്ഷിച്ചു പോണം. സ്പീഡിൽ പോണ തെറ്റല്ലെന്ന്. സ്പീഡിൽ പോണ തെറ്റല്ല ഗൈസ്, നിങ്ങളിത് കേൾക്കണം. സ്പീഡിൽ പോണ തെറ്റല്ല, പക്ഷെ സൂക്ഷിച്ചു പോണം. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് മാത്രമാണ്. MSW BSW പഠിക്കണതിന്റെ അഹങ്കാരേ. അപ്പൊ അങ്ങനെയൊക്കെ എടാ കയറ്റി വെക്കടാ. ചേച്ചിയൊക്കെ ജെറ്റാട്ടോ, ചേച്ചിയൊക്കെ അതിൻ്റെ ഇടയിൽ കിടന്നൊക്കെ വേണം. കളിയാക്കണമല്ല കേട്ടോ ഗൈസ്, സീരിയസ്ലി കളിയാക്കണമല്ല. അപ്പം നമ്മളിനി എന്താണേലും അടുത്ത പോകുന്നത് പോർച്ച് ഗ്രില്ല്. ഇത് വരുന്നതെന്ന് പറയുമ്പോഴത്തേനും ഫുഡ് ബ്ലോഗിൻ്റെ ഇത് വരുന്നതെന്ന് പറയുമ്പോഴത്തേനും എരുവേലി എന്ന് പറയുമ്പോഴത്തേനും മുളന്തുരുത്തി ടു ചോറ്റാനിക്കര റൂട്ടിൽ എരുവേലി ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു 200 മീറ്റേഴ്സ് ചോറ്റാനിക്കര സൈഡിൽ പോകുമ്പോഴത്തേനും റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ പറയണ പോർച്ച് ഗ്രില്ല്. അപ്പം അണ്ണൻ അന്യായ ജെറ്റൊക്കെ കൊടുത്ത് കിടക്കുന്നുണ്ട്. ഞാൻ ചേച്ചിനെ അടിച്ചിടുവോ? അണ്ണൻ സീരിയസ് മോഡാണ്. അണ്ണൻ പറപ്പിക്കുക. പോകുന്നു വേറൊരു ഹണ്ടർ. നമ്മളൊരു ഷോർട്ട് കട്ട് കയറിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷോർട്ട് കട്ട് ചെന്ന് കയറുന്നത് എരുവേലി ജംഗ്ഷനായിട്ടാണ്. നല്ല റോഡാന്നൊക്കെ പറയാൻ വരുമായിരുന്നു, ബട്ട്
എന്നാ പറയാ, ഇതങ്ങോട്ടാ പോണേ? ഉഫ്, പുതിയ വഴിയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ പുള്ളി. ഏത് സ്റ്റൈല്. ഏതോ തൊണ്ടു വഴിയൊക്കെ പോയിട്ടുണ്ട്. ഇത്രയൊന്നും കൊല്ലമായിട്ട് ഞാൻ ഈ വഴിയൊന്നും പോയിട്ടില്ല. ഇൻഡിക്കേറ്റർ ഞാൻ ഏതോ ഗുമ്മു വഴിയൊക്കെ കണ്ടുപിടിച്ച്. രാവിലെ ഇവിടെ എവിടെയാ? ഏത്? ഈ വഴി ആദ്യത്തെ പോകാം. പച്ച കിട്ടും. ആ രാവിലെ ഇവിടെ അവിടെ വീശി വീശി എവിടെ ചെന്ന് കയറുമെന്നുള്ളത് എനിക്ക് വലിയ പേടിയൊന്നുമില്ല. ആദ്യമായിട്ടാ ഞാൻ ഈ വഴി വന്നത്. ഞാനിപ്പോ അവനാന്നും വിചാരിച്ചല്ലേ അല്ല, ഇത് എവിടെയാ ചെന്ന് കയറണേ ഈ വഴി? ഇതാ. ആ, ഇത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ നിനക്കും അറിയാൻ പാടില്ല ഈ വഴി വന്നു കഴിഞ്ഞാ? ഈ കാലന്റെ കൂടെ വന്നാലുള്ള പ്രശ്നം ഇതാണ്. നമ്മൾ വിചാരിക്കുന്ന ഇവന് വഴി അറിയാന്ന്. എടാ ഞാൻ ട്രിപ്പായി പോയി. എടാ വാമൊളിയാ, ഞാന് രാഹുലെ കൂടെ ഒരു അത്രയും വഴിയൊക്കെ കേറിയിട്ട് ഒരു 200 മീറ്റർ മാറിയിട്ട് വന്നിറങ്ങിയിട്ടുണ്ട്. ഇവരെന്നാ ചെയ്യണ്ടേ? അവൻ കൂടെ ആയതുകൊണ്ട് അവന് വീട്ടിലിറക്കാൻ പോയതാണോ കണ്ടത്? അതെ അതെ അതെ. ഞാൻ പറഞ്ഞില്ലേ തലക്ക് ഭ്രാന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലക്ക് ഭ്രാന്താ. അഡ്വഞ്ചറാണ്. ഐ ഡിസ്ക്രൈബ് ദിസ് ആസ് അഡ്വഞ്ചർ. അഡ്വഞ്ചർ ആണ് ഗൈസ്. അങ്ങനെ അത് അഡ്വഞ്ചർ ആണെന്നാണ് ആ പുണ്ണിയുടെ കണ്ടുപിടുത്തം. ബ്ലോക്ക് ഉണ്ട്, ഞങ്ങളപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് വഴി അങ്ങ് കയറി പോകാൻ എടുത്തിട്ടാ. പോട്ടെ അങ്ങോട്ട് ഞോളക്കോ കിടന്നുണ്ട്. ആരെ? ജിമ്മിലാ? ജിമ്മ സീനാണ്. അപ്പം നമ്മൾ പോർച്ചുഗലിൽ എത്തിക്കൊണ്ടിരിക്കണം. അതിപ്പോൾ നമ്മൾ കടന്നു വന്ന കേട്ടോ എരുവേലി ജംഗ്ഷൻ. അപ്പം അവിടെ നിന്നൊരു എക്സാക്റ്റ് ഒരു 200 മീറ്റർ മാറി കഴിയുമ്പോഴത്തേനും ഇത് കാണുന്നതാണ് പോർച്ചുഗൽ. ഇതെന്നാ സെൻറ്റ് ആർക്കേഡ്, SR ആർക്കേഡ് എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള സ്ഥലത്താണ്. എടേ SR ആർക്കേഡ് എന്നും പറഞ്ഞുകൊണ്ടുള്ളിടത്താണ് ഈ പറയണ സ്ഥലത്ത്. എൻ്റെ പുണ്ണി അത്രയും ഗ്യാപ്പാണ് അവിടെ. ഇവിടെ ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിട്ട് ആ ഒളിയൻ അതിൻ്റെ എടാ ആളുടെ പുറകിലെ ആളുടെ കണ്ട ഒച്ചേട്ടാ. ആ ഒന്നോടെ പിടിച്ചേ. എന്ത്? പൊട്ടത്തരൊക്കെ അടിച്ചോണ്ടിരിക്കും കേട്ടോ. എന്റെ ശരി മാറ്റിയിട്ട് ഞാൻ അങ്ങ് വന്നതാ. പാഴ്സൽ മേടിക്കുന്ന കടയുടെ അകത്ത് കൊണ്ട് ഇരുത്തൂന്ന് തോന്നുന്നു കേട്ടോ. അത് അവിടെ ഇരിക്കും. ബിരിയാണി മേടിക്കാൻ പോടെ കോക്കാക്കാട്ട്. അതെ, അപ്പോൾ ഇതാണ് പോർച്ചുഗൽ. അത്യാവശ്യം ലാസ്റ്റ് ടൈം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അപ്പം ഞങ്ങൾ ചിക്കൻ അല്ലേ? ആ ചിക്കൻ. വേറെ ബിരിയാണി ഉണ്ടോ? ഇല്ല. ആ നിങ്ങളൊരു സാധനം കാണിച്ചു തരാം കഴിച്ചു. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്ന് അറിയില്ല, ബട്ട് ഐ ഫൈൻഡ് ഇറ്റ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ആ തലയുടെ പൊക്കത്തിരിക്കണത് ചെടിയാ. അയ്യോ, ആ തലയുടെ പൊക്കത്തിരിക്കണ ചെടി അതിപ്പോ റീസെന്റ് വന്നേക്കണം. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ടൈം ഇവിടെ ബ്രദറിൻ്റെ ബർത്ത്ഡേക്ക് ട്രീറ്റ് മേടിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ അന്നത്തെ ഇവിടുത്തെ ഫുഡ് ബെസ്റ്റായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി. എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അന്ന് അവർ പേ ചെയ്തത് അവരായതുകൊണ്ടും കബാബ്സും കാര്യങ്ങളും ഉണ്ട്, ഷവർമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അൽഫാം, കുഴിമന്തി, അറബിക്, ഇന്ത്യൻ, ചൈനീസ് അങ്ങനെയൊക്കെ. ഇറ്റ്സ് ഗുഡ്. അണ്ണന്മാരൊക്കെ നോക്കിയിരിക്കണ്ടു എന്തോ ഭീകര സ്വത്വത്തെ പോലെ. സോ എനിവേയ്സ് ഞങ്ങളിനി ഇപ്പോൾ ഇവിടുന്ന് ബിരിയാണിയൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിൽ കൊണ്ട് കഴിക്കാമെന്നുള്ള പരിപാടിയാണ്.
അപ്പോൾ അതങ്ങനെ ചെയ്യാം. അപ്പോൾ കാണാം. പറഞ്ഞ പോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കണം.